അടിമാലിയുടെ പ്രഭാതം കൺതുറക്കുന്നത് മഞ്ഞും കുളിരും ഒരു ശിരോവസ്ത്രം പോലെ പെട്ടിമുടിയുടെ മലമേടുകളിൽ നിന്നും അടിവാരങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടാണ്. അകലങ്ങളിൽ നിന്നും മല കയറി എത്തുന്നവർക്ക് വിരുന്ന് നൽകാൻ ഗ്രാമീണതയുടെ ലാളിത്യവും ഗ്രാമനഗരത്തിൻ്റെ വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത്. മന്നാന്മാരായിരുന്നു അടിമാലിയിലെ ആദിവാസികൾ. അവരുടെ ഭാഷയിൽ വെള്ളം വീഴുന്ന സ്ഥലമാണ് അടിമാലി. അതായത് തലമാലി മലയാണ് അടിമാലി വെള്ളം ഒഴുകിയെത്തുന്ന താഴ്വാരവും. മനോഹരിയായ അടിമാലിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കുണുങ്ങിയൊഴുകുന്ന പെരിയാറും, വടക്ക് ഭാഗത്ത് അംബരചുംബികളായ കൊരങ്ങാട്ടി മലനിരകളും, കിഴക്ക് ഭാഗത്ത് കൂമ്പൻപാറ മലകളും അതിരിടുന്നു. കൊച്ചിയിൽ നിന്നും 100-ഉം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 75 കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തുന്ന വിനോദ കുതുകികൾക്ക് അടിമാലി ഒരു ഇടത്താവളമാക്കാം. ടൗണിനെ തൊട്ടുരുമി നിൽക്കുന്ന വെള്ളച്ചാട്ടം സഞ്ചാരികളിൽ വിസ്മയമുണർത്തും. 90 മീറ്റർ ഉയരത്തിലും 20 മീറ്റർ വീതിയിലും കൊരങ്ങാട്ടിയിൽ നിന്നും പതഞ്ഞൊഴുകി 3ആയി തിരിഞ്ഞു വീഴുന്ന വെള്ളച്ചാട്ടത്തിന് ട്രിനിറ്റി ഫാൾസ് എന്ന പേര് പതിഞ്ഞു കഴിഞ്ഞു. മലമുകളിൽ നിന്നുള്ള മറ്റൊരു കാഴ്ചയാണ് പഞ്ചസാര കണികകൾ പോലെ വന്നു പതിക്കുന്ന പഞ്ചാരക്കുത്ത് ജലധാര. ഹൈറേഞ്ചിന്റെ കവാടമായ നേര്യമംഗലം പാലത്തിൽ നിന്ന് റാണിക്കല്ല് കടന്ന് അടിമാലിയിലേക്കുള്ള യാത്രയിൽ സഞ്ചാരികൾക്ക് ഹരം പകരുന്ന വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ. കാട്ടുചോലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നീരുറവയുടെ പരിശുദ്ധി നേരിട്ടറിയുന്ന വിദേശ സ്വദേശ ടൂറിസ്റ്റുകൾ ആർത്തുല്ലസിക്കുന്ന സ്ഥലം. വീണ്ടും കിഴക്കോട്ട് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ വാളറ വെള്ളച്ചാട്ടം കാഴ്ചക്കാർക്ക് അനുഭൂതി പകരും. ദൃശ്യചാരുത തുളുമ്പി നിൽക്കുന്ന മേഖലകളിലൂടെ ജീപ്പ് കയറിപ്പോകുന്നത് സാഹസികരായ യാത്രക്കാരെ മാടി വിളിക്കുന്ന ചിന്നപ്പാറക്കുടിയിലെ ട്രെക്കിംഗ് സൗകര്യം ലക്ഷ്യമാക്കിയാണ്. ചിന്നപ്പാറക്കുടി മലകൾക്ക് അഴക് പകരുന്ന ആരാധനാലയങ്ങൾ. നിത്യഹരിത വനത്തിലെ കരിമ്പാറക്കെട്ടുകൾക്കുള്ളിൽ തഴച്ചു വളർന്ന ഭീമൻ മാവിൻ വേരുകൾക്കിടയിൽ ഗുഹയ്ക്കുള്ളിൽ ഗുഹാദേവി ക്ഷേത്രം. വാളറപ്പാലം. കാട്ടമ്പലത്തിലേക്കുള്ള വഴി. വാളറ ദേവിയാർ ദേവീക്ഷേത്രത്തിൻ്റെ പരിസരം ഗ്രാമവിശുദ്ധിയുടെ പര്യായമാണ്. ഇവിടെ നിന്നുള്ള അകലക്കാഴ്ച പ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെ നിറച്ചാർത്തുകളാണ്. എറണാകുളം ഇടുക്കി ജില്ലകളെ വേർതിരിക്കുന്ന പെരിയാറിൻ്റെ തീരം. അക്കരെ തലമാലിയിൽ നിന്നും ഇക്കരെ ചിന്നപ്പാറക്കുടിയിലേക്ക് റോപ്പ് വേ സംവിധാനം വന്നാൽ അടിമാലിയിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് സ്വപ്ന സദൃശമായ വിരുന്ന് ആസ്വദിക്കാം. ചിന്നപ്പാറക്കുടിയുടെ താഴ്വാരത്തിലെത്തിയാൽ മലയോരത്തിൻ്റെ പച്ചപ്പനുള്ളിലെ ജലാശയത്തിൽ ചങ്ങാടത്തിൽ സഞ്ചരിക്കാം. കൃഷിഭൂമിയും കാടും ഇടകലർന്നു കിടക്കുന്ന പ്രദേശത്തേക്കുള്ള വഴിയാണ് തടത്തിപ്പടി റോഡ്. കൃഷി സംസ്കാരം വിരിഞ്ഞ മണ്ണിൽ കുരുമുളകും കാപ്പിയും കൊക്കോയും വിളവ് നൽകിയിരിക്കുന്ന കാഴ്ച മനസ്സിനെ തണുപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യും. അകലങ്ങളിൽ നിന്നും മല കയറി എത്തുന്നവർക്ക് സ്വാഗതമരുളാൻ കാത്തു നിൽക്കുകയാണ് എന്നും ഈ ആതിഥേയ ഗ്രാമം. ഹരിതാപമായ മലനിരകളുടെ കോട്ടയ്ക്കുള്ളിലെ കൊടുമുടിയിൽ എല്ലാം മറന്നിരിക്കാൻ ഈ ദിവസത്തെ അസ്തമയ സൂര്യൻ ആകാശച്ചിരിവിൽ ചെഞ്ചായം പൂശിക്കഴിഞ്ഞു.